വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിത്ത് അനദർ എപ്പിസോഡ്. തമിഴിൽ കണ്ടപ്പോഴും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായി കാണും വാട്ട് ഇസ് ദ കണ്ടന്റ് ഇസ് അബൌട്ട്. കുറേ നാളായിട്ട് എൻ്റെ ഒരു സംശയമായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചില ഡ്രസ്സ് ഇടുമ്പോൾ ഐ വോണ്ട് മൈ ഹെയർ ടു ബി ലൈക്ക് ദിസ്. ചിലപ്പോൾ എനിക്ക് സ്ലീക്കി സ്ട്രൈറ്റ് ആയിട്ട് വേണം, പക്ഷേ ഐ യൂസ്ഡ് എ റോങ് പ്രോഡക്റ്റ്. എൻ്റെ കയ്യിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, ഹെയർ ആക്സസറീസ് ലൈക്ക് വോളിമൈസർ, സ്ട്രെയിറ്റ്നർ, കേളർ. പക്ഷെ ഞാൻ ചെയ്യുമ്പം അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാറില്ല. ഫൈനലി 2 ദിവസം മുമ്പ് എനിക്ക് ടിൻറ്റു ചേച്ചിയായിട്ടൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ വീഡിയോ ഒന്നും പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ടിൻറ്റു ചേച്ചി ഇങ്ങനെ അസിസ്റ്റൻറ്റിനോട് അയൺ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഐ ആസ്ക്ഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹെയർ വോളിമൈസിങ് ആൻഡ് ഹെയർ സ്ട്രെയിറ്റനിങ് ഓർ സ്മൂത്തനിങ്, എന്താണ് അതിൻ്റെ ഡിഫറൻസ്? എനിക്ക് അതിൻ്റെ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ടിൻറ്റു ചേച്ചി പറഞ്ഞു തന്നു എക്സാക്ട്ലി വാട്ട് ഇറ്റ് ആക്ച്വലി ഈസ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്യാത്തതിൻ്റെ പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്കും കൂടെ തരാമെന്ന് വിചാരിച്ചു. വിത്ത് ഓൾ ദ പ്രോഡക്ട്സ് ഐ ഹാവ്, എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്രോഡക്ട്സ് വെച്ചിട്ട്. ആൻഡ് ബിഫോർ ദാറ്റ്, ഇതുവരെയും ഞാൻ എൻ്റെ ചാനലിൽ അർജുൻ എന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. ഫ്രം ജൂലൈ 16 ഓൺവേർഡ്സ് ആ ഒരു ഇൻസിഡൻറ്റ് നടന്ന് അദ്ദേഹം മിസ്സായ മുതലേ ഞാനൊരു ഒന്നിനെക്കുറിച്ചും ഒരു കമൻറ്റോ ഈവൻ ഇൻ മൈ ഇൻസ്റ്റഗ്രാം അങ്ങനെ ഞാനൊന്നും പോസ്റ്റ് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് സെപ്റ്റംബർ 25, അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ലോറിയും കിട്ടി. വി ഫൗണ്ട് ഹിം ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഡെഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയ ഒരു ഇൻസിഡൻ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചത്. ബിക്കോസ് ഞാൻ ഈ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കിട്ടിയ ദിവസമാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഫുൾ എൻ്റെ മൈൻഡിൽ അതാണ്. അപ്പോൾ എനിക്ക് വീഡിയോയും എടുക്കണം, അറ്റ് ദ സെയിം ടൈം അത് മനസ്സിലിങ്ങനെ നിൽക്കും. നോർമലി ഞാൻ ഇങ്ങനത്തെ മെൻ്റലി ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാറില്ല, ബിക്കോസ് ഐ എം വെരി മച്ച് ഇമോഷണൽ. എൻ്റെ ഈ ഒരു സൈഡ് ഞാൻ പൊതുവെ ആൾക്കാരെ കാണിക്കാറില്ല. എപ്പോഴും ബോൾഡായിട്ടുള്ള ആ ഒരു ഭയങ്കര നന്നായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഒരു ബോൾഡ് ക്യാരക്ടർ മാത്രമേ ഞാൻ പുറത്ത് കാണിക്കാറുള്ളൂ. ദിസ് ഇസ് ഫസ്റ്റ് ടൈം ഐ തിങ്ക് എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ഓൾറെഡി അവരുടെ ഫാമിലി അതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ ഓക്കെ. എനിവേ, ലെറ്റ്സ് പ്രേ ഫോർ ഹിം. അവരുടെ ഫാമിലിക്ക് എല്ലാ സപ്പോർട്ടും എല്ലാവർക്കും കൊടുക്കാൻ പറ്റട്ടെ എന്നും കൂടെ ഈ ഒരു അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ഓ മൈ ഗോഡ്. ഓക്കെ ഓക്കെ, അപ്പോൾ ലെറ്റ്സ് കണ്ടിന്യൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേയൊക്കെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നൊക്കെ തോന്നും ചില കാര്യങ്ങൾ കാണുമ്പോൾ ഒക്കെ. പക്ഷെ പിന്നീടെന്തോ ഐ ഫീൽ ലൈക്ക് നോ, ബിക്കോസ് അതിതാണ് ഞാൻ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ഐ വിൽ ഗെറ്റ് ഇമോഷണൽ. അപ്പോൾ അത് എൻ്റെ ആ ഒരു പാർട്ട് എനിക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ആൾക്കാർ കാണുന്നത് പൊതുവെ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇന്ന് ഈ ഒരു അർജുൻ്റെ കേസ് വന്നപ്പം എൻ്റെ മനസ്സിൽ കൂടെ പോയ കുറേ തോട്ട്സിൽ ഒരെണ്ണം ഐ വിൽ ഷെയർ വിത്ത് യു ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് മണി. ഐ തിങ്ക് ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ കൊച്ചിലെ മുതൽ നല്ല മനുഷ്യരായിട്ട് വളരണം എന്ന് പറയുന്നത് പോലെ തന്നെ പൈസയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പൈസ ഏൺ ചെയ്യാനുള്ള ഒരു സ്കില്ലൊക്കെ കുട്ടികളെ ഉണ്ടാക്കി വളർത്തേണ്ടത് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് നിങ്ങൾ പൈസ ഉണ്ടാക്കണം, നിങ്ങൾക്ക് ജോലിക്ക് പോകണം, വർക്ക്, അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഫൈൻഡ് സം ടൈം ഫോർ യുവർ ലവ്ഡ് വൺസ്. ബിക്കോസ് നാളെ ഇപ്പം ഞാനുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുണ്ടോ, ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ കൂടെ പുറത്ത് പോകുന്നവർ തിരിച്ചു വരുമോ? ഇപ്പോൾ അർജുൻ അന്ന് പോയപ്പോൾ അവരെല്ലാവരും തിരിച്ചു വരുമെന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷേ അദ്ദേഹം വന്നില്ല. നമുക്ക് അറിഞ്ഞൂടാ നമുക്ക് നാളെ എന്താണെന്നുള്ളത്. സോ ട്രൈ ടു സ്പെൻഡ് സം ടൈം വിത്ത് യുവർ ലവ്ഡ് വൺസ്. ഇല്ലെങ്കിൽ പിന്നീട് നമ്മൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യും. ഇപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഗൗരി എന്തൊക്കെ കുറേ നാളായിട്ട് വീട്ടിലിരിക്കുവാണല്ലോ, ഒന്നും ചെയ്യുന്നില്ലല്ലോ. പക്ഷേ അങ്ങനെ ചോദിക്കുന്നവരോട് ഒരു ഭാഗത്ത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഞാനൊരു 18 ഇയേഴ്സ് മുതൽ എൻ്റെ ഒരു 28 വയസ്സ് വരെ കംപ്ലീറ്റ്ലി ആക്ടിങ് കരിയർ ആയിരുന്നു എനിക്ക്. ഞാൻ കുറച്ച് സമയമേ വീട്ടിൽ നിന്നിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു സമയം ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുകയാണ്, പാരൻസിൻ്റെ കൂടെ നിൽക്കുകയാണ്. ഈ സമയം എനിക്ക് പിന്നെ തിരിച്ച് കിട്ടത്തില്ല. ഐ എം എൻജോയിങ് ദാറ്റ്.
പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാനിങ്ങനെ യൂട്യൂബിൽ കൂടെയും ഒരു ചെറിയ നോട്ട് ഒരു ഭയങ്കര സക്സസ്ഫുൾ ഇൻഫ്ലുവൻസർ അല്ലെങ്കിലും അത്യാവശ്യം ചെറിയ രീതിയിൽ ഇൻഫ്ലുവൻസിങ് ഒക്കെ ചെയ്ത് അത്യാവശ്യം എനിക്ക് വേണ്ട പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഭയങ്കരമായിട്ട് വേണ്ട ഒരു ലംസം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് ഇപ്പുറത്ത് ഐ എം ഗെറ്റിംഗ് സം ടൈം വിത്ത് മൈ പാരൻസ്, അല്ലെങ്കിൽ എൻ്റെ പാരൻസിൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നുണ്ട്, അവരുടെ സന്തോഷങ്ങൾ കാണുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതും എൻജോയ് ചെയ്യുവാണ്. അപ്പം ഞാനിത് പറയാൻ ഉദ്ദേശിച്ചത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ലൈഫിൽ എപ്പോഴും ശ്രമിക്കുക. അത് ആണായാലും പെണ്ണായാലും. എനിക്ക് ഈ ഒരു കാര്യം, ഈ അർജുൻ്റെ കേസ് വന്നപ്പോൾ മുതൽ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഐ ജസ്റ്റ് സെഡ്. എനിക്കത് എങ്ങനെ നിങ്ങളിലേക്ക് അത് കൺവേ ആയി തോന്നും എനിക്കറിയില്ല, പക്ഷേ ഐ ഫെൽറ്റ് ലൈക്ക് അത് സംസാരിക്കണമെന്ന്. ഓക്കെ, എനിവേ എല്ലാം വായിച്ചോളാം. ഇനി നമുക്ക് കണ്ടന്റിലേക്ക് കാണാം. ഫസ്റ്റ് നമുക്കിപ്പം ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എല്ലാം അഗാറോയുടെ പ്രോഡക്റ്റ്സ് ആണ്. കാരണം അവരുടെ പ്രൊമോഷൻസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് എല്ലാ ഹെയർ ടൂൾസും അഗാറോ ആണ്. അപ്പം ഞാനിവിടെ ഹെയർ പോളിമൈസറും എടുത്തിട്ടുണ്ട്, അവരുടെ ഹെയർ സ്ട്രെയിറ്റനിങ് ബ്രഷും ഉണ്ട്. അവരുടെ ഹെയർ സ്ട്രെയിറ്റനിങ് ബ്രഷും അല്ല, ഇത് ഹെയർ സ്ട്രെയിറ്റനിങ് കോംബാണ്. അവരുടെ ഹെയർ സ്ട്രെയിറ്റനിങ് ബ്രഷും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഈ 6-in-1 വരുന്നതിലും ഈ ഒരു ഇത് വേണം. അപ്പം ഞാനിതിൻ്റെ സിംഗിൾ യൂണിറ്റാണ് ഇന്നിപ്പോൾ ഈ ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് എടുത്തത്. ആക്ച്വലി ഫസ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് സ്ട്രെയിറ്റനിങ്ങിലേക്ക് പോവാം. വെയിറ്റ്, ലെറ്റ് മീ പ്ലഗ് ഇറ്റ്. അപ്പം ഇത് അഗാറോയുടെ 2-in-1 ഹെയർ സ്ട്രെയിറ്റനിങ് കോംബാണ്, നോട്ട് ബ്രഷ് വേറെയാണ്. അത് കുറച്ച് വേറെ രീതിയാണ്. ഇതൊരു ലൈക്ക് പാഡൽസ് വരും. അപ്പം നമുക്ക് സ്കാൽപ്പിൽ തൊടുവാണെങ്കിലും പൊള്ളത്തില്ല. സാധാരണ നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ അത് ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്കാൽപ്പൊക്കെ പൊള്ളി പോകത്തില്ല. ഇത് ആ ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ കിട്ടും. അതാണ് എനിക്ക് കുറച്ചും കൂടി ഇത് പ്രിഫർ ചെയ്യാൻ കാര്യം. പിന്നെ ഏകദേശം നമുക്ക് ഇവിടെ കുത്തില്ല, നല്ല അത്യാവശ്യം നീളമുള്ളൊരു കോഡാണ്. നമുക്ക് പിന്നെ ഇതെങ്ങനെ തിരിക്കാം 360 ഡിഗ്രീസ് വേൽ. വെയിറ്റ്, ഓക്കെ, നമുക്കിവിടെ ഓൺ ചെയ്യാം. പല പല മോഡുണ്ട്. ഞാൻ ഇച്ചിരി ഹീറ്റ് കൂട്ടിയിടാം. ഓക്കെ, ചെറിയ സെക്ഷൻ ആക്കി നമുക്ക് ചെയ്യാം. ഈ ഒരു സ്ട്രെയിറ്റനിങ് കോംബ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ബൗൺസി ലുക്കല്ല കിട്ടുക, ഒരു സ്ലീക്ക് ഫൈനൽ റിസൾട്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ ഒരു ഔട്ട്വേർഡായിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഗ്ലൗസ് ഇതിൻ്റെ കൂടെ ഇവരുടെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും കൂടെ ഈ ഒരു പ്രൊട്ടക്ഷൻ ഗ്ലൗസ് കിട്ടും. അതാകുമ്പോഴത്തേക്കും നമ്മുടെ കൈ അധികം പൊള്ളത്തില്ല. ഈ ഒരു പ്രോഡക്റ്റ് 2-in-1 ഇഫക്റ്റ് ആണ് കേട്ടോ. കാരണം അറ്റ് ദ സെയിം ടൈം സ്ട്രെയിറ്റനും ചെയ്യും, ഹെയർ കോംബ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇതിലൊരു അയണിക് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രിസ്സൊക്കെ മാറ്റി നല്ല സ്മൂത്തായിട്ടിരിക്കും ഹെയർ. പിന്നെ 5 ഹീറ്റ് സെറ്റിങ്സ് വരുന്നുണ്ട്. നമുക്ക് 210 ഡിഗ്രി വരെ ഹീറ്റ് ചെയ്യാം. ഡിഫറൻസ് ഇതിപ്പോൾ ഞാൻ ചെയ്ത ഏരിയയാണ്, ഇത് ഞാൻ ചെയ്യാത്ത ഏരിയയാണ്. ഇതിപ്പോൾ ഞാൻ ഇത് ഡിഫറൻസ്. ഇത് നല്ല സ്ലീക്കായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഈ അറ്റം പോലും ഒന്നിങ്ങനെ വളയാതെ ഉള്ള ഒരു രീതിയാണ് ഈ ഒരു സ്ട്രെയിറ്റനിങ് കൊണ്ട് കിട്ടുന്നത്. ഇതിപ്പം നമ്മളിത് യൂസ് ചെയ്യാത്ത ഏരിയയാണ്. അപ്പം നമുക്കിത് മൊത്തം ഒന്ന് ചെയ്യാം. എന്നെ കണ്ടിട്ട് മറ്റേ ചൈനീസിൻ്റെ ഇതുപോലെ ഇരിക്കുന്നു അല്ലേ ഈ ഒരു ഇത്. കഫ്താൻ, ആൻഡ് ദിസ് ബ്യൂട്ടിഫുൾ കഫ്താൻ ഇസ് ഫ്രം ലയൻഡ ഡിസൈനേഴ്സ്. ഇൻസ്റ്റഗ്രാമിലുണ്ട്. ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് ഇട്ടിട്ടില്ല, സൂൺ ഐ വിൽ പോസ്റ്റ്. അപ്പോൾ ഞാൻ ബാക്കി ഹെയറും കൂടെ ഒന്ന് സെറ്റാക്കട്ടെ. ദിസ് ഈസ് ദ ഫൈനൽ ഔട്ട്പുട്ട്. ഇതാണ് ഞാൻ ഈ ഒരു ഹെയർ സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഔട്ട്ലുക്ക്. അതായത് ഒരു സ്ലീക്ക് ആൻഡ് സ്ട്രെയിറ്റ്, ലൈക്ക് എന്താ ഒരു വേവിയോ അല്ലെങ്കിൽ ഒരു ബൗൺസ് ചെയ്ത് കിടക്കത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ തലയിലൊക്കെ ഇങ്ങനെ ചപ്പി കിടക്കും. അപ്പോൾ ഈ ഒരു ലുക്കാണെങ്കിൽ വി ക്യാൻ യൂസ് ഹെയർ സ്ട്രെയിറ്റ്നർ. പിന്നെ ഈ ഹെയർ സ്ട്രെയിറ്റ്നർ തന്നെ ഓരോരുത്തരുടെ ഹെയർ അനുസരിച്ച് ചൂസ് ചെയ്യണം കേട്ടോ.
സി എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വന്നത്. ഐ റിയലി ലവ് ഇറ്റ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലുക്ക് വേണം എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഹെയർ വോളിമൈസർ വെച്ച് പെട്ടെന്ന് ചെയ്തിട്ട് പോകും. അപ്പോൾ ഞാൻ തന്നെ ഓർക്കുന്നത് എന്താ അങ്ങനെ ഇരിക്കാത്തതെന്ന്. ദെൻ ഐ വിൽ ഷോ യു ദ നെക്സ്റ്റ് റിസൾട്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. സി ഓക്കെ, അതായത് അഗാറയുടെ ഈ ഒരു ഹെയർ സ്ട്രൈറ്റനിങ് കോംബാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഹെയർ വോളിയമൈസർ യൂസ് ചെയ്താൽ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത് നോക്കാം. ആക്ച്വലി ഞാൻ ഇവിടെ അഗാറോയുടെ ഈ ഒരു ഹെയർ വോളിയമൈസർ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ആക്ച്വലി ഇതൊരു ലൈക്ക് ഹെയർ ഡ്രയർ കം വോളിയമൈസറാണ്. ഇതിൻ്റെ ഇവിടെ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. കൈ പൊള്ളാതെ നമുക്ക് പിടിക്കാനും തിരിക്കാനും, പിന്നെ അത്യാവശ്യം ഭയങ്കര ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ഈ ഒരു പിടിക്കുമ്പോൾ ഒരു നല്ലൊരു ലൈക്ക് ഒരു എന്താ പറയുക, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് പിടിക്കാം. പിന്നെ ഇതിനകത്ത് നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിങ്ങനെ ഹൈ, സ്പീഡ് ആൻഡ് ലോ. നമുക്കിതിങ്ങനെ ട്വിസ്റ്റ് ചെയ്താൽ മതി ഇത്. ഓക്കെ, ഇവിടെ പിന്നെ ഇതും ഏകദേശം 360 ഡിഗ്രി കറക്കാൻ പറ്റും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒക്കെ എടുത്ത് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഹെഡ് വന്നിട്ട് ആക്ടിവേറ്റഡ് ചാർക്കോൾ ബ്രിസിൽസ് ആണ്. നൈലോൺ പ്രിന്റ് ബ്രിസിൽസ് വിത്ത് റൗണ്ട് ടിപ്സ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ കുറച്ച് വെറ്റായിരിക്കണം. നോട്ട് ഫുള്ളി വെൽറ്റ്, ഒരു 50 to 60% വെറ്റായിരിക്കണം, എന്നാലേ ഇത് വർക്കൗട്ട് ആവുള്ളൂ. പക്ഷെ നമ്മൾ ഹെയർ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ കംപ്ലീറ്റ്ലി ഡ്രൈ ആയിരിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഹെയർ കഷ്ടപ്പെട്ട് ഇത്ര സ്ട്രെയിറ്റ് ആക്കിയിട്ട് ആദ്യം ഇത് ചെയ്താൽ മതിയായിരുന്നു അല്ലേ. അപ്പോൾ ഇതൊന്ന് വെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അതായത് ആ ഹെയർ ഞാനിവിടെ എല്ലാം നനച്ചിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് ട്രൈ ഹെയർ വോളിയമൈസർ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഒന്ന് ബാക്കിലേക്ക് വെക്കാം. ബിക്കോസ് ഈ ഹെയർ വോളിയമൈസറിൽ കൂടുതലും ഇഫക്റ്റീവ് ആവുന്നത് ഹെയർ ബൗൺസിങ് ആണ്. ഐ വിൽ ഷോ യു. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രൗൺ ഏരിയ ഷുഡ് ബി ബൗൺസ്ഡ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഞാൻ മാറ്റി വെക്കാം. ഇനി അതിൻ്റെ ഇതൊരു ഹെയർ സ്റ്റൈലറായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഒരു ഹോട്ട് ഹെയർ ബ്ലോ ബ്രഷാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എൻ്റെ ഹെയർ യൂസ് ചെയ്യാം, സ്റ്റൈൽ ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഹീറ്റും എയർ ഫ്ലോയും ഒക്കെ നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഈ പ്രൊഡക്റ്റ് വെച്ചിട്ട് ഹെയർ ഒന്ന് സ്റ്റൈൽ ചെയ്ത് കാണിക്കാം. സി വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഇത് കുറച്ചും കൂടെ നമ്മുടെ ഹെയർ ഭയങ്കര ബൗൺസി, പ്രത്യേകിച്ച് ക്രൗൺ ഏരിയ നല്ല ബൗൺസി ആയിട്ട് കിടക്കുന്നുണ്ട്. അറ്റത്ത് വന്നിട്ടൊരു കേള് കിട്ടുന്നുണ്ട്, ലൈക്ക് എ വേവി, ലൈക്ക് ഒരു കുറച്ചും കൂടെ ഒരു സ്ലീക്കായിട്ട് കിടക്കുമ്പോൾ ചിലപ്പം എന്നെ പോലെ ഓവൽ ഷേപ്പ് ഉള്ളവരുടെ ഫേസിനൊന്നും ചേർത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ആ ഒരു ലുക്ക് ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട്. എൻ്റെ അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യാം ഈ ഒരു ഹെയർ വോളിമൈസിങ് ടെക്നിക്. സീ ദ ഡിഫറൻസ്. ഞാനിത് രണ്ടും കൂടെ കാണിച്ചു തരാം. അപ്പം യു ക്യാൻ സീ ദ ഡിഫറൻസ്.
അപ്പോൾ അതായത് ഒരു ഡിഫറൻസ് നന്നായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങളുടെ കോസ്റ്റ്യൂം, നിങ്ങളുടെ ഫങ്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ട്, അത് എല്ലാത്തിനും ഉപരി നിങ്ങൾക്ക് ഏതാണോ ചേരുന്നത് അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇതിൽ ഏത് വേണമെന്ന് ചൂസ് ചെയ്ത് ഒക്കേഷൻ അനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പം ഞാനിത് റീസെൻ്റ്ലി ആണ് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കിയത്. ഹോപ്പ് ദിസ് വീഡിയോ മേ ബി യൂസ്ഫുൾ ടു സം ഓഫ് യു, അറ്റ്ലീസ്റ്റ് സം ഓഫ് യു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒക്കെ എല്ലാം ഇപ്പോൾ അറിയാം. ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ ഈ ഒരു യൂട്യൂബിൻ്റെ ഈ ഒരു ഏറയിൽ ഓൾമോസ്റ്റ് എല്ലാ നമ്മളെക്കാൾ ബ്യൂട്ടിയിൽ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള കുഞ്ഞു കുട്ടികൾ വരെയുണ്ട്. സോ എന്നെപ്പോലെ റീസെൻ്റ്ലി ഇതിനെപ്പറ്റി വ്യത്യാസം അറിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാത്തവർക്കുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അഗാരയുടെ ഈ ഒരു ഹെയർ സ്ട്രൈറ്റനിങ് കോംബും ഇത് വോളിമൈസറുമാണ്. ഇറ്റ്സ് ഓൾ ഇൻ ആൻ അഫോർഡബിൾ റേറ്റ്. പ്രത്യേകിച്ച് ഇപ്പം എനിക്കൊന്ന് സെയിലൊക്കെ വരുന്നുണ്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ യു ക്യാൻ ബൈ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ഇപ്പോൾ ഒരുപാട് പേര് കമൻസിൽ പറയുന്നുണ്ട് കുറച്ചും കൂടെ ബെറ്ററായി, ഫേസ് ബെറ്ററായി, സുന്ദരിയായി. അപ്പോൾ അത് കുറച്ച് മെലിഞ്ഞിട്ടുണ്ട്. ഷാനുവിൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ഐ എം വർക്കിംഗ് ഓൺ മൈ ഡബിൾ ചിൻ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ ക്രിറ്റിസിസംസ്. ആ ഒരു ക്രിറ്റിസിസംസ് കണ്ടതുകൊണ്ടാണ് എനിക്ക് ഇച്ചിരി നന്നാണെന്ന് എനിക്ക് തോന്നിയത്. ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ പീപ്പിൾ ഹു സപ്പോർട്ട് മീ. താങ്ക് യു. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ.